ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നല്ല പ്രോഗ്രാം സൗണ്ട്സുകളോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നിന് ഞങ്ങൾക്ക് 2 കേക്കാണ് ഇട്ടേക്കുന്നത്. ഒന്ന് ഞങ്ങൾ മേടിച്ചത്, ഒന്ന് നമുക്ക് ഫ്രീക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ വൈനും മറ്റു കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പോൾ ബാക്കി കാണാം നമുക്ക്. ക്രിസ്മസിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഈ കേക്ക് കട്ടിയല്ലേ? ഇത് നമുക്ക് ന്യൂ ഇയറിന് കട്ടിയല്ലേ? ഇത് നമുക്ക് ഫ്രീ കേക്ക്. ഇത് നമുക്ക് വാങ്ങിച്ചേക്കാം. നമുക്ക് കേക്ക് കട്ടിയാ. ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് വാവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. അല്ല, വാവനെ കൊണ്ട് ഇനി പാട്ട് പഠിപ്പിക്കാം. നമുക്ക് കരോക്കെ ഇട്ട് പാട്ട് പാടാം. ഇവിടേക്ക് പ്രോഗ്രാം തീർന്നില്ലല്ലേ? അത് എപ്പോഴും നടക്കുന്നു. എല്ലാരും ഉറങ്ങി ഗൈസ്. എല്ലാവരും ഇവിടെ ഉറക്കമൊക്കെ. ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ അവരൊക്കെ ഉറക്കം നമ്മൾ ശല്യപ്പെടുത്തുന്നുണ്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പരിപാടികളൊന്നുമില്ല. ആരെങ്കിലൊക്കെ കൂടെ നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ വല്ല ഒരുപാട് നല്ല പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ സംഗീത കച്ചേരി, പിന്നെ ഡാൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നും അതൊന്നുമില്ല. ആരും വരാത്തതുകൊണ്ട് നമ്മളിതെല്ലാം നിർത്തി ചെയ്യുന്നു. അങ്ങനെ അതൊന്നുമല്ല, നമ്മൾ എവിടെയെങ്കിലും പോവുക അങ്ങനെയൊക്കെ ചെയ്യും. ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുക ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാനും മീൻസാ. പിന്നെ ഇവിടെ ഞാനും ആളുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് പിന്നെ എവിടെയും പോയില്ല. വീട്ടിൽ തന്നെ. അത് ശരിയാണല്ലോ. പിന്നെന്താ, ഞങ്ങളെ ക്രിസ്മസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താവേ, ഇനി ചെറിയ ഒരു കലാപരിപാടി കൂടാണ്. ക്രിസ്മസ് ആയ ഒരു എന്താവേ, എന്തോ ബഹളോ ഇതിന് ഞാൻ വിൽക്കാൻ പോണം. OLX ഇട്ട് വിൽക്കാൻ പോവാ ഞാൻ. പിന്നെന്താ, രാവിലെ ഒന്നും പ്രത്യേകിച്ച് പരിപാടികളായിരുന്നു. മാവ ഇന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവൻ ബീഫും കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു.
മിക്കവാറും ദിവസങ്ങളിലൊക്കെ ബീഫ് മേടിക്കും. ഇവിടെ അടുത്തൊരു നല്ലൊരു മാർട്ടുണ്ട്, മീറ്റ് മാർട്ടില്ലേ അവിടെ മീറ്റ് മാർട്ടുണ്ട്. അപ്പം അവിടെ നല്ല ബീഫാണ് വരുന്നില്ലേ, അവിടുന്ന് മിക്കവാറും മേടിക്കും. അപ്പം ക്രിസ്മസ് ഒന്നുമല്ല, അല്ലാതെ ദിവസങ്ങളിലും മിക്കവാറും മേടിക്കാറുണ്ട്. ഇനിയിപ്പോൾ എന്താ, അവൾക്ക് ക്രിസ്മസിന് സ്റ്റാർ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഇല്ലാതെ. വാവയ്ക്ക് ഭയങ്കര ദുഃഖം ഗൈസ്, ഇത്രയും ആഘോഷമായിട്ട്. എനിക്കൊരു ദുഃഖമില്ല. പിന്നെ എല്ലാവർക്കും വേണമെങ്കിൽ ഒരേ കഷ്ണം കേക്ക് തരാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് മൊത്തം കഴിച്ചെറിഞ്ഞേണ്ടി വരും. ഞങ്ങൾ ഈ വർഷം പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒന്നും വാങ്ങിച്ചിട്ടില്ല, സ്റ്റാർ മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഗൈസ്, നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ വ്ളോഗ് തുടങ്ങിയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആ കാര്യമേ പറയാൻ പറ്റിയില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഓണം വ്ളോഗ് ഇട്ടിരുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന പഴയൊരു വീട്ടിലായിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന വീട് ഞങ്ങളെ ന്യൂ ഹോമാണ്. അപ്പം നമ്മളിവിടെ താമസമായിട്ട് എത്ര മാസമായവേ? 4 മാസമായിട്ടുണ്ട് ഗൈസ് നമ്മളിവിടെ താമസമായിട്ട്. ഞങ്ങളുടെ പുതിയ വീടാണിത്. ഇതിൻ്റെ പാല് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഓണം വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ വ്ളോഗൊന്നും ഇടാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വീടിൻ്റെ കാര്യങ്ങളും പിന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് വരെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് വീഡിയോകളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇവക്ക് വയറ്റി പല്ല് വേദന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം വയറ്റി പല്ല് വേദന വന്നായിരുന്നു. പിന്നെ എനിക്ക് എക്സാംസും വാവയ്ക്ക് വർക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വ്ളോഗ് ഞാൻ എടുത്ത് തിരുന്നതിനും പിന്നെ കേൾക്കുള്ള ഓക്കെ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത. ഞാൻ 2-3 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ശരിയാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിക്ക് പന്നി ഇറങ്ങി. വാവു ഒരു ദിവസം പോയപ്പോ പന്നി ഒന്നില്ലേ, പന്നി വാവേനെ കണ്ട് പേടിച്ചു. എന്നെ കണ്ടപ്പോ പേടിച്ചു. മരക്കമ്മിന്റെ ഇടയിൽ ചീനക്കമ്മിന്റെ ഒക്കെ ഇടയില് കേറി ഓടി. പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ പേടിയായിരുന്നു. വാവയ്ക്ക് വലിയ വലിയ ജീവികളെയൊന്നും ഒരു പേടിയില്ല ഗൈസ്. കാരണം ഇപ്പം വലിയ ജീവികൾ, ചെറിയ അട്ട, പുഴു, ഇതിനെയൊക്കെ കണ്ട വാവ പിന്നെ അന്ന് ഉറങ്ങൂല. ഒച്ച്, പിന്നെ എന്തോ പല്ലി, ഇതൊക്കെ വാവയ്ക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങളാണ്. ആരും പേടിയില്ല. എനിക്ക് പേടിയൊക്കെ ഉണ്ട് ഗൈസ്. ഒരുവിധം മൃഗങ്ങളെയൊക്കെ പേടിയുണ്ട്. പാമ്പ് അങ്ങനെയൊക്കെ ഉള്ള പേടി. വാവയ്ക്ക് പാമ്പെന്ന് കേൾക്കുന്നതേ പേടിയാണ്. ഇല്ല. അപ്പം പിന്നെന്താ, നിങ്ങളുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു എന്ന് കമൻറ്റ് ഇടുക. ഞാൻ ചെറിയൊരു ഗാനാലാപനം അങ്ങനെയല്ലേ പറയാ, അത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം, നാട്ടുകാരൊന്നും അറിയാൻ അടിക്കാൻ വന്നില്ലെങ്കിൽ എൻ്റെ ഭാഗ്യം. കണ്ണും കണ്ണും കാത്തിരുന്നു മുന്നിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവത്ര പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്.
ഞാൻ ഇട്ട പരി വന്നില്ല ഞങ്ങള് പോട്ടെ. അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലി കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണി Yo soy Pablo Emilio Escobar Gaviria. Plata, plata, ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.